And Government of India will address the session towards the end of the session. Initially, we have got deliberations on ESI, EPF, and other labor laws. I would request Advocate C.B. Mukundan and as well as Mr. K.N. Vimalan, Joint Labour Commissioner, to occupy the seats on the dais. Flexible ആക്കണം അല്ലേ? നമ്മളിപ്പോൾ റെപ്രസെൻറ്റേഷൻ മിനിസ്റ്റർ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ലേബർ നിയമങ്ങൾ റിജിറ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരുപാട് കാരണങ്ങൾ, ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു തൊഴിലാളിയെ ഒഴിവാക്കാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ പറഞ്ഞുവിടാം. ആ ഡെഡ് വെയിറ്റ് ചുമക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ലേബർ നിയമങ്ങൾ ഫ്ലെക്സിബിൾ ആക്കുന്നു എന്ന് ഒറ്റ കാരണം കൊണ്ട് ഫ്ലെക്സിബിൾ ആയാൽ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കും എന്നുള്ള ആ ഒരു വാദം തോട് യോജിക്കാൻ എനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ട്. അതിന് കോട്ടം വരാത്ത തരത്തിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. Lot of proof for that. പറ്റും. ഇനി നമുക്ക് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു സാധാരണ നമുക്ക് അതിന്റെ ശീലമുണ്ടെന്ന് അറിയാൻ പാടില്ല. ഒരു ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ടോ നിങ്ങൾ? പോസ്റ്റിംഗ് ഓർഡർ കൊടുക്കാറുണ്ടോ? അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ നമുക്ക് തൊഴിലുടമകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുക. അതുകൊണ്ട് ആമുഖമായിട്ട് നിങ്ങൾക്ക് ESI, EPF കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ മറുപടി പറയാം. എനിക്ക് എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ തൊഴിലുടമകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൾട്ടിപ്ലിസിറ്റി ഓഫ് ലേബർ ലോസ് ആണ്, അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളുടെ ബാഹുല്യമാണ്. ഈ തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെ വിമലൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ഏകീകരിച്ചുകൊണ്ട്, ക്രോഡീകരിച്ചുകൊണ്ട്, അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, ഒരു വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് താല്പര്യമില്ല. പക്ഷേ അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ പ്രോസസ്സാണ് നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് അഡ്മിഷൻ എങ്ങനെ ഒഴിവാക്കാം, തൊഴിലാളികളുടെ ഒഴിഞ്ഞുപോക്ക് എങ്ങനെ ഒഴിവാക്കാം. അതാണ് MBA സ്റ്റുഡൻസും അതുപോലെ തന്നെ HR സ്റ്റുഡൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. Sri N. Gopalakrishnan, Regional Provident Fund Commissioner, to address the gathering. Every month, whatever you contribute, whatever your employer contribute is getting deposited, and we give somewhat attractive interest. And then we have a very attracting pension scheme establishments. That's what I would like to clarify. If you have any questions, I'll be happy to answer. Other than that, a broad kind of description is not. On behalf of ESIC, I have to express my gratitude for inviting us for this interactive session, especially in the wake of a fortnight of awareness program we have just starting. So this is a very auspicious beginning for us. I would request all of you to please come forward and occupy the seats in the hall. I would now request Chairman Kerala Chamber of Commerce Industry, Mr. K.N. Mosuk, to formally welcome Honorable Minister, Mr. Kodikkunnil Suresh. ബഹുമാന്യനായ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, റീജിയണൽ പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണർ TN ഗോപാലകൃഷ്ണൻ, ESI കോർപ്പറേഷൻ ഡയറക്ടർ ശ്രീ V. സുബ്രഹ്മണ്യൻ, പ്രമുഖ ലോ കൺസൾട്ടന്റുമാർ അഡ്വക്കേറ്റ് B. മുകുന്ദൻ ആൻഡ് ശ്രീ KV വിമലൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടാക്കിയ VGS ആക്ട് 1936, ട്രേഡ് യൂണിയൻ ആക്ട് 1926, വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് 1923, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് 1946, ഇതെല്ലാം
സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ നിയമങ്ങൾ ഇന്നും നിലവിൽ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടാതെ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയുമായ ശ്രീ കൊടൈക്കുന്നിൽ സുരേഷിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ചെയർമാന്റെ ക്ഷണം സ്വീകരിച്ച് റീജിയണൽ പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണർ ശ്രീ എൻ ഗോപാലകൃഷ്ണൻ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ESI കോർപ്പറേഷൻ ഡയറക്ടർ ശ്രീ സുബ്രഹ്മണ്യനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് TV മുകുന്ദനും KN വിമലനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ സ്വാഗതം ചെയ്തു. ചെയർമാന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ചേംബർ ഡയറക്ടർമാർ, മുൻ ഭാരവാഹികൾ, മുൻ ചെയർമാൻമാർ, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ വേദിയിലെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. Honorable Minister is now requested to light the lamp and address the session. ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ചേംബർ ഓഫ് കോമേഴ്സ് നിരന്തരം എന്നെ വിളിക്കുകയും ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഈ സമയത്താണ് ഇവിടെ എത്തിച്ചേരുവാനും ചേംബറിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേരുവാനും ചേംബറിൻ്റെ ഭാരവാഹികളുമായി നേരിട്ട് പരിചയപ്പെടുവാനും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും അവസരം ലഭിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ തന്നെ കാലാനുസൃതമായി മാറ്റേണ്ട സമയം ആയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള പല നിയമങ്ങളും ഇപ്പോഴും അതേപോലെ നിലനിൽക്കുകയാണ്. രാജ്യം മാറി, ലോകം മാറി, നമ്മുടെ തൊഴിൽ സംസ്കാരം മാറി, നമ്മുടെ തൊഴിൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും തൊഴിൽ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളത് ഞാൻ ഈ അവസ്ഥയിൽ പറയാൻ ആഗ്രഹിക്കാം. പക്ഷേ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള അമെൻമെന്റുകൾ പാർലമെന്റ് ഇവിടെ നമുക്കറിയാം യോജിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം തൊഴിൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർ പിടിക്കുന്ന പിടിയിൽ അവർ നിൽക്കും, ട്രേഡ് യൂണിയൻ നേതാക്കളെ സംബന്ധിച്ച് അവർ പിടിക്കുന്ന പിടിയിൽ നിൽക്കും. ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ്